പാലക്കാട് ഇത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും എൽ ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ സ്ട്രെങ്ത് ഒരുപക്ഷെ അതുപോലെ നിലനിൽക്കുന്നൊരു ജില്ലയാണ്. ഈവൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് വലിയൊരു കോട്ടം അവിടെ പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ടാവും പാലക്കാടിൻ്റെ ഒരു സ്ഥിതി? പാലക്കാട് ജില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായൊരു ജില്ലയല്ല, കംഫർട്ടബിളായിട്ടുള്ള ജില്ലയല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ BJP നേടുന്ന സ്വാധീനം അത് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും പ്രകടമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് BJPയിലേക്ക് പോയ ഒരു ജില്ലയാണ്. കാരണം വെച്ചാൽ ഒന്നാമത് ഒരു ഹൈന്ദവ വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ല, വലിയ തോതിൽ ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. പിന്നെ അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ കുറവാണ്. മുസ്ലിം ക്രിസ്ത്യൻ ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവിടെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPM ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ അവിടെയുള്ളൂ. ക്രിസ്ത്യൻ വിഭാഗം വളരെ കുറവാണ്, ഈ മണ്ണാർക്കാട് മേഖലയിലല്ലാതെ ഉള്ളതല്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളും CPMൻ്റെ വോട്ടുകളുമാണ്. അപ്പോഴേ CPMന് അവരുടെ ബേസിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ്സിന് അതിൻ്റെ ബേസുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ 1971 കാസർഗോഡ് തോറ്റുപോകുമെന്ന് പേടിച്ചിട്ട് AK ഗോപാലൻ മത്സരിക്കാൻ വന്ന് പാലക്കാട്ടേക്കാണ്. കാരണം അത്രയേറെ ഉറപ്പാണ് പാലക്കാടിനെ സംബന്ധിച്ചുള്ള അന്നും CPMനുള്ളത്. ഇപ്പോഴും ഒരു പക്ഷേ അവരുടെ ബേസ് വോട്ട് ബേസിന് വലിയ ഒരു നമ്മൾ ഇൻഡാക്ട് എന്നൊക്കെ പറയില്ലേ, വലിയ പരിക്കില്ലാതെ CPM അവരുടെ വോട്ട് ബേസിനെ പിടിച്ചു നിർത്തുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. കടന്നപ്പള്ളി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാലക്കാട് CPMന് ഇപ്പോഴും അവരുടെ ബേസ് തൊടാൻ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സിന് ഇപ്പോഴും ഈ പറയുന്ന പോലെ വലിയൊരു നേട്ടങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം ഷാഫി പറമ്പിലായതുകൊണ്ട് മാത്രമാണ് പാലക്കാട് ജയിച്ചത്. അല്ലെങ്കിൽ ആ സീറ്റ്, കാരണം ഈ നേരത്തെ ജേക്കബ് സാറ് പറഞ്ഞ ചില ഘടകങ്ങളുണ്ട്. കാരണം മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തു, മറ്റു പല ഘടകങ്ങളും ഉണ്ടായി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ജയിച്ചതും ഈ പറയുന്ന പോലെ BJPക്കുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ഫേസ് ജനം എല്ലാം കൂടി അതൊരു ഒരിക്കലും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ പാലക്കാട് കഴിഞ്ഞാൽ നിയോജക മണ്ഡലം കഴിഞ്ഞാൽ കോൺഗ്രസിന് സ്വാധീനമുള്ള നിയോജക മണ്ഡലം എന്ന് പറയാനില്ല എന്നുള്ളതാണ് അവിടെ വലിയൊരു അത്ഭുതം. തൃത്താലയുണ്ട്. തൃത്താല ഒരു പരിധി വരെ, ഈ തൃത്താല ഒരു പരിധി വരെ അല്ല. ഇപ്പോൾ MP രാജേഷിനെ പോലുള്ള സ്ഥാനാർത്ഥി തൃത്താല അന്ന് ബലറാം തോക്കാൻ കാരണം ഈ പറഞ്ഞ പോലെ അവിടെ ഒരു മുസ്ലിം വോട്ടുകൾ, ഞാൻ ഈ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് മുസ്ലിം വോട്ടുകൾ കൃത്യമായിട്ട് MP രാജേഷിനെ പോൾ ചെയ്തുകൊണ്ട് മാത്രം 3500 വോട്ടിന് ജയിച്ചത്. തൃത്താല കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് AKGക്കെതിരെ പിന്നെ ബലറാം നടത്തിയ വർത്തമാനം കൊണ്ടാണ്. ഞാൻ തൃത്താലക്കട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത്. അതുണ്ടാക്കിയ വല്ലാത്ത, കാരണം സാധാരണത്തിൽ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പോയി വോട്ട് ചെയ്ത് ഇയാളുള്ള ദേഷ്യം കാരണം. ഞാൻ തൃത്താല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഈ പേരാവൂരിൻ്റെ കാര്യം വിചാരിച്ച പോലെയാണ് വിചാരിച്ചത്. കാരണം MP രാജേഷ് അന്ന് അവിടെ ഒരു പുതിയ ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു LDF ജയിക്കുകയാണെങ്കിൽ രാജേഷും ജയിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു രാജേഷ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് വികാരപരമായി കാര്യങ്ങൾ എടുക്കാൻ, മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ തൃത്താൽ എനിക്ക് തോന്നുന്നു ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ രാജേഷ് നടത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് നോട്ട് ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം അവിടെ പിന്നെ കുടിവെള്ള പദ്ധതികളും റോഡുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മൊത്തം ഇപ്പോൾ നേരത്തെ സിദ്ദിഖിനെ വെച്ചിട്ട് വയനാട് ബാലൻസ് ചെയ്യുന്നത് പോലെ ബലറാം ഇറങ്ങി നടന്ന് വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അയാൾ ചുറ്റും ആൾ കൂടുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ട്. തൃത്താല എനിക്കൊന്നൊരു ഉദാഹരണമായിരിക്കും. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF കംഫർട്ടബിളാണ്, പാലക്കാട് കംഫർട്ടബിളാണ്. പക്ഷേ അപ്പോഴും ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. തൃത്താല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസ്സിന് ഇപ്പോഴും പറ്റുന്നുണ്ട്, പ്രത്യേകിച്ച് CPMൻ്റെ കോട്ടകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പോലെ CPM 40,000 വോട്ടിന് ജയിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ആ നിയോജക മണ്ഡലത്തിൽ പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട്ടെ മനുഷ്യരും വളരെ പൊളിറ്റിക്കലായിട്ടുള്ള മനുഷ്യരാണ്. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആലത്തൂർ എന്ന് പറയുന്നത് അവർക്ക് രമ്യ ഹരിദാസിൻ്റെ പാട്ട് കേട്ടിട്ടാണ് അവർ വോട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ മനുഷ്യർ വോട്ട് ചെയ്തിട്ടുണ്ട്. MP രാജേഷ് പാലക്കാട് തോൽക്കുന്നത് MP രാജേഷ് മോശം പാർലമെൻറ്റേറിയൻ ആയതുകൊണ്ടായിരുന്നില്ല, പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റിയാണ്. ആ പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി പാലക്കാട് ഇലക്ഷനിൽ വരും. LDF എത്രത്തോളം സ്ട്രോങ് വിക്കറ്റിലാണെന്ന് എനിക്കറിയുന്നു.